കേരളം കാത്തിരുന്ന ഒരു ദിവസമാണ് ഇന്ന്. മെയ് 4-ന് ആദ്യ വിജയാഹ്ലാദം നടത്തി. അതെ. ഇപ്പം രണ്ടാമത്തെ ഒരു വിജയാഹ്ലാദത്തിലാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പലയിടങ്ങളിലും ലഡ്ഡു വിതരണം തന്നെ നടന്നിട്ടുണ്ടോ എന്ന് സംശയം. പിണറായി വിജയൻ്റെ വീട് കേന്ദ്രസേന വളയുന്നു. പിണറായി വിജയൻ്റെയും മരുമകൻ്റെയും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഒക്കെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2019 ശബരിമല തകർക്കാനുള്ള ഒരു നീക്കം നടത്തി അല്ലേ? അതിനെ തുടർന്ന് പിന്നീട് പിണറായി വിജയന് ഉറക്കം നേരെ ചൊവ്വയെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അത് തുടരുന്നു. അയ്യപ്പ കോപം എന്ന് പറയുന്നത് ചില്ലറയല്ല. അയ്യപ്പ കോപം ചില്ലറയല്ല. അത് മഹാപണ്ഡിതന്മാർ മുതൽ പലരും പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ അയ്യപ്പ കോപം കൊണ്ട് നിലം പൊത്തിയ 3 മുഖ്യമന്ത്രിമാരുടെ പേര് ഞാൻ പറഞ്ഞുതരാം. അവസാനത്തേതാണ് പിണറായി വിജയൻ. ഒന്നാമത്തേത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിശയിച്ചു. അതായത് 1950 ശബരിമല തീവെപ്പ് നടന്നപ്പോൾ അത് കഴിഞ്ഞ് ഒരു സർക്കാരിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വിടാതെ വെച്ചിരുന്നത് ആരാണ് ഇത് നടത്തിയത് എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ 57 ഇലക്ഷന് ഇടത് സർക്കാർ, ഇടതല്ല അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിരുന്നത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ശബരിമല തീവെച്ചത് ആരെന്നുള്ള റിപ്പോർട്ട് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും, അതിൻ്റെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ്. അന്ന് മന്നത്ത് പത്മനാഭൻ അടക്കമുള്ളവർ വളരെ താല്പര്യത്തോടു കൂടി ആ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ വിജയിപ്പിക്കണം, അവർ ഇതൊക്കെ നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയുണ്ടായി. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ലോകത്ത് ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്നത് 1957 EMS സർക്കാരാണ്. പക്ഷേ അവരന്നതൊന്നും നടപ്പിലാക്കിയില്ലെന്ന് മാത്രമല്ല, അവർ മറ്റു പല അജണ്ടകളുമായിട്ട് ഇവിടെ ഒറ്റ ദിവസം കൊണ്ട് കമ്മ്യൂണിസം കൊണ്ടുവരുന്നതിന് ഭൂപരിഷ്കരണം അടക്കമുള്ളത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്ന് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ സ്വാഭാവികമായും അതോടൊപ്പം സെൽഭരണവും കൂടെ വന്നപ്പം സ്വാഭാവികമായും ജനങ്ങൾ അതിന് എതിരായി വന്നു. ഇവിടുത്തെ മാനേജ്മെൻറ്റുകളടക്കമുള്ളവർ, ക്രിസ്ത്യൻ സഭകൾ, NSS ഒക്കെ എതിരായി വന്നു. ആ എതിർപ്പ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുടെ പിരിച്ചുവിടലിലാണ് അവസാനിച്ചത്. നമുക്കറിയാം വിമോചന സമരം. മന്നത്ത് പത്മനാഭനെ സഭകൾ പോയി കണ്ട് അരയന്ന തോണിയിലിരുത്തി അദ്ദേഹത്തെ കൊണ്ടുവന്ന് തിരുനക്കരെ കൂടെ കൊണ്ടുവന്ന് ഈ ജാഥയിൽ അദ്ദേഹത്തിനെ പങ്കാളിയാക്കി. അങ്ങനെ കേരളം ഒട്ടൊക്കെ വലിയ വിപ്ലവം പോലെ ഒരു സംഭവം നടത്തി. കമ്മ്യൂണിസ്റ്റുകാരിപ്പോഴും പറയുന്നത് അമേരിക്കക്കാർ ചെയ്തതാണ്, CIA ചെയ്തതാണെന്നൊക്കെയാണ്. പക്ഷേ അന്ന് കേരളത്തിൽ ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഈ സെൽഭരണം കൊണ്ട് ജനങ്ങൾ മടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വന്നെങ്കിലും ഒരു മന്ത്രിസഭയെ പിരിച്ചുവിടാൻ അന്ന് നെഹ്റു തയ്യാറല്ലായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ആ മന്ത്രിസഭയെ പിരിച്ചുവിടേണ്ടി വന്നു എന്നുള്ളത് ജനങ്ങൾ അത്രയ്ക്കധികം വിരോധത്തിലായി എന്നുള്ളതും ഒരു സത്യമാണ്. ഇതിൻ്റെ പിന്നിലും ഭക്തർ പറയുന്നത് ആ ഒരു ശബരിമല അയ്യപ്പൻ്റെ ഒരു കോപമുണ്ട് എന്നുള്ളതാണ്. പിന്നീട് EMSന് ഒരിക്കൽ പോലും മന്ത്രിസഭ വരാൻ ഒന്നുകൂടെ വന്നു 1900, പിന്നെ വന്നത് 10 വർഷം കഴിഞ്ഞിട്ട് 67 മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചിട്ട് മന്ത്രിസഭ വന്നു. അതും കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, തെറ്റിപ്പിരിഞ്ഞു പോയി. പിന്നെ 70 അച്യുതാനന്ദൻ്റെ ഭരണമായിരുന്നു. 77 വീണ്ടും EMS എന്നാണ് പറഞ്ഞത്. 57 EMS, 67 EMS, 77 EMS എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരുപാട് അടിയന്തരാവസ്ഥയുടെ കിരാത ഭരണത്തിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇലക്ഷന് നിന്നിട്ടും ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസിനെതിരായിട്ട് ഇലക്ഷൻ റിസൾട്ട് വന്നിട്ടും കേരളത്തിൽ തമ്പിങ് മെജോറിറ്റിയോടുകൂടി വീണ്ടും മന്ത്രിസഭ വന്നു. കരുണാകരൻ മുഖ്യമന്ത്രിയായി. അന്ന് EMS രക്ഷപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അദ്ദേഹം മനസ്സിലാക്കിയത് ഈ പരിപാടി ഇനി ഇതോടെ വെച്ച് കെട്ടാം. ഇവിടെ പോയി അദ്ദേഹം അന്ന് ജയിച്ചതുപോലും കഷ്ടിച്ച് 1900 ചില വോട്ടിനാണ് അദ്ദേഹം അന്ന് നിയമസഭയിൽ എത്തിയത് പോലും. 1977 തോൽക്കുമെന്നൊരു ഒരിടയ്ക്ക് സഖാക്കൾ പോലും ഭയന്നിരുന്നു. EMS തോറ്റാൽ പിന്നെ പറയണ്ടല്ലോ. ആ കഷ്ടിച്ച് രക്ഷപ്പെട്ട് അങ്ങ് പോയി. അതിനുശേഷം അദ്ദേഹം ഈ പരിപാടിയെ നിർത്തി, ഇലക്ട്രൽ പൊളിറ്റിക്സേ മതിയാക്കി. അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ട് ഡൽഹിക്ക് പോയി. അങ്ങനെ പിന്നെ അദ്ദേഹം അതിൽ നിന്ന് ഫെയ്ഡായി. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് വലിയ കുഴപ്പമൊന്നും വന്നില്ലെങ്കിൽ പോലും ഒന്നിനൊന്ന് ഉയരുകയാണ് ഇത്. കാരണം അദ്ദേഹം അത്ര വലിയൊരു മഹാനാണ്. അതിന് പിന്നെ രാഷ്ട്രീയത്തിനപ്പുറം ഒരു പേരുണ്ട്. പിന്നെ ഒരു ഇത്രയും ദക്ഷിണാശാലിയായ ഒരു മനുഷ്യൻ, കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ,
ആ കമ്മ്യൂണിസത്തെ ഇങ്ങനെ ഡെമോക്രസിയുമായി കൂട്ടിക്കുഴച്ച് ഇതിനെ കൊണ്ടുപോകുന്നതിന് മുന്നണി സംവിധാനം ഉണ്ടാക്കുന്നതിനൊക്കെ എല്ലാത്തിൻ്റെ ഒരു അവസാന വാക്കായിരുന്നു. എല്ലാത്തിന്റെയും ഒരു അവസാന വാക്ക്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് കരുത്തനാണ് അദ്ദേഹം. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിന് 57 ശേഷം 67 വന്ന് മിന്നി പോകാനേ കഴിഞ്ഞുള്ളൂ. പിന്നെ 77 വരുമെന്ന് പറഞ്ഞു, പിന്നെ ഒരിക്കലും വന്നുമില്ല എന്നുള്ളത്. അത് അയ്യപ്പ കോപം കൂടെ ഉണ്ടെന്നാണ് ഭക്തന്മാരുടെ ഒരു വലിയ വിശ്വാസം. പിന്നെ ഒരു അതികായൻ കേരളത്തിലുണ്ടായത് കെ കരുണാകരനാണ്. നമുക്കറിയാം, ഭക്തൻ കൂടിയാണ്, വലിയൊരു ഭക്തൻ കൂടെയാണ്. 1982 ഇതുപോലെ അധികാരത്തിൽ വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഉടനെ ഉണ്ടായ സംഭവമാണ് ഈ നിലയ്ക്കൽ സംഭവം. കുമ്മനം നേതൃത്വം കൊടുത്ത നിലയ്ക്കൽ. അതെ, അന്ന് നിലയ്ക്കലിൽ ഈ അയ്യപ്പന്റെ പൂങ്കാവനം ഉൾപ്പെടുന്ന ആ ശിവക്ഷേത്രത്തിൽ ഒരു കുരിശ് കണ്ടു. ആ കുരിശ് സെന്റ് തോമസ് അപ്പസ്റ്റലിന്റെ പീരീഡിൽ കൊണ്ടുവന്ന് അവിടെ വെച്ചിരുന്നതാണ്. ആരൊക്കെ അടിച്ച് തകർത്ത് കുഴിയിലിട്ടതാണ്. അത് പള്ളിയാക്കി മാറ്റണം, ശിവക്ഷേത്രം പള്ളിയാക്കി മാറ്റണം, അയ്യപ്പന്റെ പൂങ്കാവനത്തിലെ ഒരെണ്ണം, ഒരു മല ഞങ്ങൾക്കുള്ള ഈ കുരിശുമലയാക്കണം എന്ന് പറഞ്ഞാണ് ആ പ്രക്ഷോഭം തുടങ്ങിയത്. ഏതാണ്ട് കെ കരുണാകരൻ അനുകൂലമായിരുന്നു. കാരണം അന്ന് ഹിന്ദുക്കൾക്ക് ചോദിക്കാൻ ആളും പേരും ഇല്ല എന്ന് അദ്ദേഹം നേരിട്ട് പറയുകയും ചെയ്തു. ഞാൻ ക്രിസ്ത്യാനികളോട് ചോദിച്ചു, അവരുടെ ആൾക്കാരോട് സംസാരിച്ചു. ഹിന്ദുക്കളോട് ആരോട് സംസാരിക്കാൻ, ഹിന്ദുവിന് ഏത് നേതാവ്, ഹിന്ദുവിന് ആരോട് ഞാൻ സംസാരിക്കും എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. എന്തായാലും അന്ന് ഉയർന്നു വന്ന കുമ്മനം രാജശേഖരനെ പോലുള്ളവർ RSSന്റെ നേതൃത്വത്തിൽ പരമേശ്വർജി അടക്കം വന്നത് ഒക്കെ വലിയൊരു മാറ്റം ഉണ്ടാക്കി, വലിയ പ്രക്ഷോഭം ഉണ്ടാകുകയും അന്ന് പരമേശ്വർജിയാണ് ഇത് കണ്ടുപിടിച്ചത്. കാരണം ഈ 1957 ഈ സെന്റ് തോമസ് അപ്പോസ്റ്റലിൽ വരുന്ന കാലത്ത് ഈ കുരിശില്ല. കുരിശെന്നൊരു 57 ഇത് കുരിശ് ഒരു ആരാധനാമൂർത്തിയായിട്ട് അവർ, അല്ലെങ്കിൽ ഒരു ആരാധനാ വിഗ്രഹമായിട്ട് അവർ സ്വീകരിച്ചിരുന്നില്ല. അതിനുശേഷമാണ് കുരിശിനെ അവർ ഒരു ദൈവത്തിന്റെ പ്രതിരൂപമായിട്ട് കാണുന്നത്. അത് ചരിത്രപരമായിട്ട് തെളിയിച്ചു അദ്ദേഹം. അതോടെ ആ സാധനം ചീറ്റിപ്പോയി. പിന്നെ അതിനപ്പുറത്ത് നിലയ്ക്കലിന് അപ്പുറത്ത് ഒരു സ്ഥലമൊക്കെ കൊടുക്കുന്നത് എന്തായാലും അത് ഒതുക്കി. പക്ഷേ ഇതൊക്കെ ചെയ്തെങ്കിലും കരുണാകരൻ്റെ നിലപാടുകൾ അയ്യപ്പ ക്ഷേത്രത്തിന് വിരുദ്ധമായിരുന്നു, അയ്യപ്പന് വിരുദ്ധമായിരുന്നു എന്നുള്ളൊരു പാട്ടന്നേ ഉണ്ടായിരുന്നു. ഗുരുവായൂർ വന്നപ്പം ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ ചെപ്പക്കുറ്റിക്ക് ചെരുപ്പിട്ടടിക്കാൻ പോയി. അതോടെയാണ് കരുണാകരൻ ഈ പ്രക്ഷോഭത്തിൻ്റെ ഒരു രൂപം മനസ്സിലായത്. സ്ത്രീകൾ പോലും കോപാന്ധരായി നിൽക്കുകയാണെന്ന്. അതോടെയാണ് പിന്നെ അദ്ദേഹം സെറ്റിൽമെൻറ്റിന് വേണ്ടി വന്നത്. അതോടെ അദ്ദേഹം മാറി. എനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥ വരുമോ എന്ന് വന്ന് അദ്ദേഹം മാറുകയാണ് ചെയ്തത്. പക്ഷേ എങ്കിൽ പോലും 82 മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കിയെങ്കിലും പിന്നീട് 87 അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല. 91 അദ്ദേഹം അധികാരത്തിൽ വന്നു. 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ചാരക്കേസ്, ഒരു ചാരത്തിൽ നിന്ന് വന്ന പോലെ ഒരു ചാരക്കേസ് വന്നു. ഒരു കഥയും ഇല്ലാത്തതാണ്. പക്ഷേ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. അവസാനം രമൺ ശ്രീവാസ്തവയെ അകാരണമായി സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. രാജിവെച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ CBI പറഞ്ഞു അതിലൊരു കഥയില്ല. കോടതി റിപ്പോർട്ട് കൊടുത്തു, ചാരക്കേസ് വെറും ചാരക്കേസാണ്, അതിനകത്ത് ഒരു ചാരവുമില്ല, സ്പൈ വർക്കൊന്നും നടന്നിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അവിടെ റിപ്പോർട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം കരകയറിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം ജൈൻ കില്ലറാണെന്നും അദ്ദേഹം വലിയ എക്സ്പെർട്ടാണെന്നും ഒക്കെ പറഞ്ഞ് പ്രധാനമന്ത്രിയായിട്ട് നരസിംഹറാവുവിനെ അധികാരത്തിൽ കയറ്റി. അപ്പം ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കടിഞ്ഞാൺ കരുണാകരൻ്റെ കയ്യിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഒരു ഗുണം ഉണ്ടായില്ല. അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. കരുണാകരനെ മൈൻഡ് ചെയ്യാതായി. ആന്റണിക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തു, ആന്റണിയെ മുഖ്യമന്ത്രിയാക്കി. കരുണാകരൻ കൂടുതൽ തെറ്റി. അപ്പോൾ അതിനു മുമ്പ് ഈ നരസിംഹറാവുമായിട്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് നരസിംഹറാവുവിൻ്റെ പ്രീതി കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഈ സോണിയയുടെ അപ്രീതിക്ക് പാത്രമായി. അവിടെയും പ്രശ്നമായി. അവസാനം അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ഏതാണ്ട് നിഷ്കാസനാവുന്ന അവസ്ഥ വന്നു. അവഗണന സഹിച്ച് അദ്ദേഹം ഡിക്ക് ഉണ്ടാക്കുന്നതിനുള്ള കാര്യം വന്നു. അത് മുരളിക്കും കൂടെ പങ്കുണ്ട്, കെ മുരളീധരൻ്റെ പങ്കുണ്ട്. എന്തായാലും അതും കഴിഞ്ഞ് അദ്ദേഹം അതിനിടയ്ക്ക് അദ്ദേഹത്തിന് നടുവൊടിഞ്ഞു. നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ ഭരണത്തിലിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാർ ആക്സിഡൻറ്റ്. അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ആ മൊബിലിറ്റിയെ പോയി. 92 ശേഷം വന്ന കാർ ആക്സിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ മൊബിലിറ്റിയെ ബാധിച്ചു. മറ്റേത് കരുണാകരൻ എന്ന് പറഞ്ഞാൽ പറക്കും, നടക്കുന്നതും പറന്നാണ്, ഓടുന്നതും പറന്നാണ്, കാറിൽ സഞ്ചരിക്കുന്നതും പറന്നാണ്, വിമാനത്തിൽ പോലും അദ്ദേഹം പറന്ന് അവസാന നിമിഷം വരുന്ന വിമാനത്തിൽ കയറുള്ളായിരുന്നു. അതായത് 1 മിനിറ്റ് അദ്ദേഹത്തിന് പാഴാക്കാനില്ല. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് 1 മിനിറ്റ് മുമ്പേ വരും. ഇപ്പോൾ പൈലറ്റുമാർ കിടന്ന് വിഷമിപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയാം, എയർപോർട്ടിൽ ഡോർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പറയുമില്ല, CM വരാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ആള് ഗ്രൗണ്ട് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നവർ വെയിറ്റ് ചെയ്യിക്കുമായിരുന്നു. ഒരു തരികിട പൈലറ്റ് ഒരിക്കൽ വിമാനം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അദ്ദേഹം ഇങ്ങനെ വന്ന് കൈ കെട്ടി നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടത് ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഉഗ്രപ്രതാപിയായ കരുണാകരൻ നടുവൊടിഞ്ഞ്
കേന്ദ്രത്തിൽ അവഗണന നേരിട്ട്, സോണിയാഗാന്ധിയുടെ അവഗണന നേരിട്ട്, നരസിംഹറാവുവിൻ്റെ അവഗണന നേരിട്ടൊക്കെ വളരെ വിഷമിച്ച് ഇവിടെ പാർട്ടിയിലെ ഗ്രൂപ്പിൻ്റെയൊക്കെ ആളായി നിന്ന് അദ്ദേഹത്തിന് ഗ്രൂപ്പ് കൊണ്ട് തന്നെ അപമാനം ഉണ്ടായി. തൻ്റെ കൂടെ നിന്ന പിള്ളേരെല്ലാം തനിക്കെതിരായി. കാർത്തികേയൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ വരെ അദ്ദേഹത്തിന് എതിരായി വന്നു. അങ്ങനെ വളരെ മോശമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള രാഷ്ട്രീയ കാലം പോയത്. അദ്ദേഹത്തിൻ്റെ ഇത്ര കരുത്ത്, EMS നമ്മൾ പറഞ്ഞ പോലെയാണ്, ഇതുപോലെ കരുത്തനായ ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിലില്ല എന്ന് പറയാം. അദ്ദേഹത്തിന് ഗതിയാണ് വന്നത്. പിന്നെ കണ്ടത് പിണറായി വിജയനാണ്. ഇത്ര കരുത്തനായ ഒരു നേതാവ്. ഇന്ന് പാർട്ടിയിലും ആളുടെ മുദ്രാവാക്യം, AKജിക്ക് ശേഷം ഇത്രയും വലിയൊരാളെ ഞങ്ങൾ കണ്ടിട്ടില്ലെന്നാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. സത്യമാണ്. പിണറായി വിജയനെ പോലെ കരുത്തുള്ള ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു കാര്യം നിശ്ചയിച്ചാൽ അത് നടത്തിയിരിക്കും. അത്ര കരുത്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വന്ന ഒരു അപജയം ഒന്ന് ആലോചിച്ച് നോക്ക്. 2020 ശേഷം യുവതീ പ്രവേശനവും അതുമായി ബന്ധപ്പെട്ട കേസുകളും എല്ലാം വന്നതിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ എത്രയാണ്. അതിനുശേഷം എന്തെല്ലാം കേസുകളാണ്. ഇപ്പം മകൾ വീണ വിജയനെതിരെ വന്ന കേസൊക്കെ അതിനുശേഷം വന്ന് അദ്ദേഹത്തിന് വലച്ച കേസാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ, അദ്ദേഹത്തിന് കേസ് വന്നാലും അദ്ദേഹത്തിന് പ്രശ്നമില്ല, അദ്ദേഹം കുലുങ്ങാതെ നിൽക്കും. മകൾക്ക് കേസ് വന്നാൽ അദ്ദേഹം ആടിപ്പോകും. കാരണം അത്രയ്ക്ക് ഒരു പുത്രീ വാത്സല്യമുള്ള ഒരാളാണ് അദ്ദേഹം. പുത്ര വാത്സല്യത്തിൽ അദ്ദേഹം ഭയങ്കര ശ്രദ്ധ ചെലുത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് അടി വന്നിരിക്കുന്നത് അവിടെയാണ്. ഇപ്പോൾ ഇത് ഞാൻ കണ്ട 3ാമത്തെ മുഖ്യമന്ത്രിക്കാണ് ഇത്തരം ഒരു അടി പറ്റുന്നത്. ഇതുപോലെ 3 മന്ത്രിമാരുമുണ്ട്. VS ശിവകുമാർ അഴിമതി, ശബരിമലയുമായി ബന്ധപ്പെട്ട് അഴിമതി പ്രശ്നങ്ങളിലൊക്കെ ആരോപണം വന്ന ആളാണ് അദ്ദേഹം. പിന്നെ അതിനുശേഷം രക്ഷപ്പെട്ടിട്ടില്ല, മന്ത്രിയായിട്ടില്ല, പരാജയം മാത്രമാണ്. ഇത്തവണ ഈ 102 സീറ്റ് കിട്ടിയ കൊടുങ്കാറ്റിൽ അദ്ദേഹം ജയിക്കേണ്ടതായിരുന്നു. അവിടെയും അദ്ദേഹം നിസ്സാരമായ വോട്ടുകൾക്ക് അരുവിക്കര പരാജയപ്പെടുകയല്ലേ ഇത്. ശരിക്കും പറഞ്ഞാൽ അരുവിക്കരല്ല, അദ്ദേഹത്തിന്റെ സീറ്റ് ട്രിവാൻഡ്രം സെൻട്രലാണ്. അത് CP ജോൺ വെട്ടിപ്പിടിച്ചതാണ്. ഇല്ലെങ്കിൽ അരുവിക്കര അല്ല അദ്ദേഹത്തിന് പോകേണ്ടത്. CP ജോൺ മത്സരിച്ച തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മത്സരിച്ച് 10,000 വോട്ടിനെങ്കിലും മിനിമം മന്ത്രിയാകേണ്ട ആളാണ്. അസംബ്ലിയിൽ വന്ന് മന്ത്രിയാകേണ്ട ആളാണ്. ഗതി പിടിച്ചിട്ടുണ്ടോ? 2ാമത്തെ ആള് കടകംപള്ളി സുരേന്ദ്രൻ. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ആരെങ്കിലും ഈ കേരള ചരിത്രത്തിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് കടകംപള്ളി സുരേന്ദ്രൻ മാത്രമാണ്. കടകംപള്ളി സുരേന്ദ്രനും ഇത്തവണ അടിപതറി. ഇതിന് മുമ്പത്തെ തവണ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു. 3ാമത്തെ ആള് VN വാസവൻ. VN വാസവനെ പോലെ തന്ത്രജ്ഞനായ ഒരാൾ, കോട്ടയം ജില്ലയിൽ മുഴുവൻ ഇത്രയും പേരും പെരുമയൊക്കെ ആയിട്ട് നിന്നയാൾ. പള്ളിയോട് ബന്ധം, NSSനോട് ബന്ധം, SNDPയോട് ബന്ധം. ആരോടാ ബന്ധമില്ലാത്തതെന്ന് ചോദിച്ചാൽ ആരോടും ബന്ധമില്ലാത്തതില്ല. അവിടുത്തെ അംഗങ്ങൾ, തൻ്റെ വോട്ടർമാരോട് ബന്ധം. എന്നിട്ട് അദ്ദേഹം മൂക്കൂത്തിപ്പോയില്ലേ? നാട്ടകം സുരേഷിൻ്റെ അടുത്ത് ഏറ്റുമാനൂർ തലകുത്തി വീണില്ലേ? എന്തൊരു പരാജയമാണ് അദ്ദേഹത്തിനുണ്ടായത്. അപ്പം ഇതൊക്കെ കാലത്തിൻ്റെ കാവ്യനീതി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പും കൂടെ അതിനകത്തുണ്ടെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ അയ്യപ്പനെ പറ്റിച്ചിട്ടുള്ള എല്ലാ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ നോക്ക്, മുൻ ദേവസ്വം പ്രസിഡന്റുമാരെ നോക്ക്, സെക്രട്ടറിമാരെ നോക്ക്, അവിടുന്ന് കൈയിട്ടിട്ടുണ്ടോ? അവൻ്റെ കൈ പോക്കാണെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് പത്മകുമാറിൻ്റെ അനുഭവം അറിയാമല്ലോ. എന്ത് വലിയ പ്രഭയിൽ നിന്നാണ്, എന്ത് വലിയ തറവാട്ടിലെ ആളായിരുന്നു പത്മകുമാർ. അവസാനം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നില്ലേ? പ്രശാന്ത് ഇനി ഏത് പരുവത്തിൽ പോകുമെന്ന് ഇനി കണ്ടറിയാം. ഇങ്ങനെ അയ്യപ്പനെ തൊട്ടവരാരും, പിന്നെ തൊട്ടതെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ വേദനിപ്പിക്കുന്ന വിധത്തിൽ, ദ്രോഹിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചവരാരും പിന്നെ രക്ഷപ്പെട്ടതായിട്ട് ചരിത്രം കണ്ടിട്ടില്ല എന്നുള്ളൊരു കഥ പറയാനും കൂടെയാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.